ഹലോ ഗഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഈ ട്രെയിൻ കയറുന്നത് വെച്ചിട്ടാണ് ലാസ്റ്റ് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ നേരം വെളുത്ത് ഒരു 6:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഞങ്ങൾ കണ്ടുമുട്ടി. നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ പരതി നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. അമ്മയുടെ ചായ ഞാൻ കുടിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ സാധാരണ ചായ ഒന്നും കുടിക്കാറൊന്നുമില്ല, പക്ഷേ ഇവിടെ വന്നാൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ചായ ഉണ്ട്, അത് ഞാൻ കുടിക്കും കേട്ടോ. അങ്ങനെ അതൊരു ഗ്ലാസ്സൊക്കെ എടുത്ത് കുടിച്ചു. കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മമ്മേനെയും അച്ഛനെയൊക്കെ കണ്ടേൻ്റെ. എൻ്റെ വീട്ടിൽ എൻ്റെ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ദാ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മാമൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. എവിടുത്തെ അമ്പടതെയോ? ഞാൻ നാളെ പോയപ്പോ കൊണ്ടുവന്നതാ. മധുരം കുറവാ, അതിന് ജ്യൂസ് അടിച്ചു. ആക്ച്വലി അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു. അതിനാണ് ഈ മാങ്ങ മുഴുവൻ എടുത്തു വെച്ചത് ഞങ്ങൾ വരുന്നത് കാത്തിട്ട്. പക്ഷേ തനുക്കുട്ടി ഒരു മാങ്ങ കൊതിച്ചിയാണ്, അതുപോലെ തന്നെ പിക്കുമോനും കേട്ടോ. രണ്ടുപേർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതങ്ങനെ വിഷമൊന്നും അടിക്കാത്ത നല്ല വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയായ കാരണം കൊണ്ട് തിന്നാലും വളരെ നല്ലതാണ്. അപ്പോൾ മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അമ്മയ്ക്ക് കറി വെക്കാനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അമ്മ പിന്നെ 5 മാങ്ങ മറ്റുണ്ടായിരുന്നു, അതിൽ 2 അവർക്ക് ഓരോന്നോരോന്ന് കൊടുത്തു. ബാക്കിയുള്ളത് കൊണ്ടാണ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കിയിരുന്നത് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് തനുക്കുട്ടിക്ക് കാണുന്നത്. അവൾക്ക് ഇതിങ്ങനെ ചപ്പി കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ മാങ്ങ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. രാവിലെ തന്നെ മാങ്ങയായിരുന്നു തീറ്റ. അവൾ വീട്ടിൽ വന്നിട്ട് ആദ്യം ചോദിച്ചത് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഓടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് അതുകൊണ്ട് പോകുന്നുണ്ട്. അമ്മ അപ്പോൾ എന്ത് ചെയ്തു, കഷ്ണം കുറവായ കാരണം കൊണ്ട് അതിലേക്കൊരു വെള്ളരിക്ക ചെത്തിയിട്ടു. പിന്നെ ബാക്കിയുള്ള മാങ്ങയൊക്കെ ചെത്തിയിട്ടാണ് അമ്മ ഇട്ടത് കേട്ടോ. കാരണം അവരത് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പഴുത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പഴുത്തിട്ടില്ല, എന്നാൽ പഴുപ്പുമുണ്ട്. ചെറിയ പുളിയൊക്കെ ആയിട്ടുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാമ്പഴക്കാലമാണല്ലോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ മാവായിട്ടില്ല. തൊട്ടപ്പുറത്ത് വല്യമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ തലയൊക്കെ വെട്ടിയ കാരണം കൊണ്ട് ഇപ്രാവശ്യം മാങ്ങ പൊതുവെ കുറവാണ്, ചക്കയും കുറവാണ്. എല്ലാത്തിൻ്റെയും തലയൊക്കെ വെട്ടിയിട്ട് അടുത്ത വർഷത്തേക്കൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതാ പിക്ക് വരുന്നുണ്ട് കേട്ടോ. വീണ്ടും മാമ്പഴം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ പിന്നെ അവനൊരു കഷ്ണം കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. എന്തായാലും അടുക്കള വരെ എത്തിയതല്ലേ, എന്നാൽ പിന്നെ ബേക്കിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണത് കേട്ടോ. ആൻറ്റി എന്നാണ് നമ്മളിവിടെ പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഇതേ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ മ്യാവ് 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 മ്യാവ്. അങ്ങനെ ഇതാ ഇവിടെ ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര കുട്ടിയൊന്നുമല്ലാന്ന് തോന്നുന്നു. അപ്പുറത്തെ വീട്ടിലെ ശ്യാമള വല്യമ്മേരെ വീട്ടിലെ പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. ഇത് പൂച്ചക്കുഞ്ഞല്ല, പൂച്ചയമ്മ. നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് മ്യാവും മ്യാവും എന്ന് പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊരു പൂച്ച. അപ്പോൾ ഒന്നും മീനിൻ്റെ അടുത്തേക്കൊന്നും വന്നില്ല, കൊടുത്തേക്ക് മാത്രമേ തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വട്ടം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കിലോട്ട് വീണ്ടും ഒന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മയുടെ പൂങ്കാവനം കണ്ടു. നമ്മുടെ വീട്ടിലെ പോലെ പൂവൊന്നുമല്ല. ഇവിടെ കറിവേപ്പിലയും പപ്പായും ഇരുമ്പമ്പുളിയും തെങ്ങും വാഴയും പിന്നെ പലതരം ഫലമൂലാദികളുടെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി. കുറച്ച് നാളായിട്ട് റംബൂട്ടാനുണ്ട്. അത് ഇപ്പോൾ പഴമൊന്നുമില്ല കേട്ടോ, കട്ട് ചെയ്ത് നിർത്തിയിട്ട്. ചാമ്പയ്ക്കുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും അമ്മ അതേ പാതി കുക്കിങ്ങിലേക്ക് കടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിലേക്ക് കഷ്ണങ്ങളായിട്ട് വെള്ളരിക്കാണ് എടുത്തത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മാമ്പഴം ചെത്തിയിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിലർ മാങ്ങ മാത്രമേ ഇടുള്ളൂ കേട്ടോ. നമ്മൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല, വെള്ളരിക്കയും കഷ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്ത് അമ്മ നന്നായിട്ട് മിക്സ് ചെയ്തു. കറിവേപ്പിലും പച്ചമുളകും വേണമെങ്കിൽ 2 അരിഞ്ഞിടാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അത് 1-2 വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അമ്മയുടെ അടുത്ത പരിപാടി ഇതേ മാങ്ങ ഇങ്ങനെ ചെത്തിയിട്ടിട്ടുള്ള അച്ചാർ ഉണ്ടാക്കലാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഒരു ദിവസമൊക്കെ വെച്ചാലാണ് ആ ഉപ്പ് പിടിക്കുള്ളൂ. എന്നിട്ടൊക്കെയാണ് അച്ചാറാക്കി മാറ്റുള്ളൂ. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിളിമീൻ അഥവാ ഇവിടുത്തെ മഞ്ഞക്കോര എന്നാണ് നമ്മൾ തൃശ്ശൂർ പറയുക. അപ്പോൾ മഞ്ഞക്കോര കിട്ടി, അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ചായ കൂടി അങ്ങ് കുടിക്കുകയാണ് കേട്ടോ.
ഇവിടെ വന്നാൽ പിന്നെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കാന്നല്ലാണ്ട് എനിക്ക് വലിയ ജോലികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ആൻറ്റിയോടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് ആക്കിയിട്ട് വയ്ക്കാൻ. ആക്ച്വലി ബാംഗ്ലൂർ ഞാൻ എല്ലാ തരം വയ്ക്കുമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഐറ്റംസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ട കാരണം കൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. നമ്മുടെ വീട്ടിലും ഉണ്ടാക്കുന്നതും നമ്മൾ വേറൊരു വീട്ടിൽ വന്ന് ഉണ്ടാക്കുന്നതും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ട്. കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, കുട്ടികൾ, അച്ഛമ്മ, പിന്നെ ഇപ്പോൾ ഞാനും മക്കളും വന്നു. അതുപോലെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. അച്ഛൻ്റെ പെങ്ങൾ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ പോവും. പിന്നെ എൻ്റെ ചേച്ചിയും പിള്ളേരും അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ആകെ 10 ദിവസം മുടക്കമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കുട്ടിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പോയിരിക്കുകയാണ് 1 വീക്കിലേക്ക് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പേഴ്സണലി ഇവിടെ വന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ദൈവമേ, ഞാൻ ഇടുന്ന ഉപ്പിൻ്റെയും മുളകിൻ്റെയൊക്കെ അളവ് ശരിയാണോ എന്നൊക്കെ. അത് കാരണം കൊണ്ട് ഞാൻ അമ്മോടൊക്കെ ചോദിക്കും, എന്നിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് വെച്ചു. കറിയിലേക്കുള്ളത് വേറെ സെപ്പറേറ്റ് പുരട്ടി വെച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തു കേട്ടോ ഇതിനിടയ്ക്ക്. അങ്ങനെ മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും മീൻ കറിയൊക്കെയാണ് ഇന്നത്തെ അമ്മയുടെ ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ അച്ഛൻ്റെ അടുത്തേക്ക് ബിസിനസ്സാണ് കേട്ടോ അവർക്ക്. അപ്പോൾ പോവാനായിട്ട് നിൽപ്പാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകാണ് കേട്ടോ. അവർക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നല്ല, ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, ജ്യൂസ്, മിഠായി ഇങ്ങനെയുള്ളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടൻ്റെ മക്കളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊടി പൂരമായിരിക്കും. 4 പേരും കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയും ആഘോഷമാണ് കേട്ടോ. ബഹളമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ ഞാനിതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യും, എങ്ങനെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളത്. എന്താണെങ്കിലും പറ്റണ പോലെ ചെയ്യാമല്ലേ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂരിൽ എത്തിയിട്ടെങ്കിലും ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരോടൊക്കെ വർത്തമാനം പറഞ്ഞ അടുക്കളയിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്കും അമ്മയുടെ കറി ഏകദേശം ഇത്രയായി. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമ്പഴമൊക്കെ കണ്ട് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ കടുക് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. അപ്പോൾ അതേ അടുത്ത മീനിൻ്റെ പരിപാടി അവിടെ തുടങ്ങി. ഏട്ടമീനായിരുന്നു കേട്ടോ. ഏട്ടമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് അവിടെ ബാംഗ്ലൂർ വാങ്ങിക്കാനായിട്ട് കിട്ടാറില്ല. ഇനി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചതിനെ ഒരു പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞക്കോര ഉണ്ടായിരുന്നില്ലേ, അത് ഉച്ചയ്ക്ക് വറുക്കാനുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഏട്ടേനെ എടുത്തു. ഏട്ടേനെ നമ്മൾ അടുത്ത ദിവസമേ വെക്കുന്നുള്ളൂ. കാരണം ഒരുപാട് മീൻ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഐറ്റമാണ് കേട്ടോ. ഈ ഏട്ടയ്ക്ക് എല്ലാവരും മേടിക്കില്ല, ഭയങ്കര റേറ്റൊക്കെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മീൻ കൊണ്ടുവരുന്ന ആ ചേട്ടനോട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ വരുത്തിച്ചതാണ് കേട്ടോ. 1 കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെച്ചു. അപ്പോൾ അതിലേക്ക് ആ എരിവൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ. ഇതൊക്കെ ദശ കട്ടിയുള്ള മീനല്ലേ. അപ്പോൾ എരി പിടിക്കാനായിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അങ്ങനെ കറിക്കുള്ളതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കൈയൊക്കെ കഴുകി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏട്ടേന്ന് കുറച്ചെടുത്ത് നമ്മൾ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും ഒരു സെറ്റ്. അപ്പോൾ ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഇച്ചിരി ഗരം മസാല പൗഡറും, കുരുമുളകിൻ്റെ പൊടി, ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഞാൻ വീട്ടിലിടാറുണ്ട്. ഇവിടെ അത് അവൈലബിൾ ആയിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെയുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അടുക്കളപ്പണി ജെറ്റ് പായുന്ന പോലെയാണ് തീരുന്നത് കേട്ടോ. എത്ര പെട്ടെന്ന് തീരുന്നതെന്ന് അറിയില്ല. ഞാനൊക്കെ ഉണ്ടല്ലോ പുലർച്ചെ എണീറ്റാലാണ് 6 മണിയാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവുള്ളൂ.
അമ്മയ്ക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് തീർക്കാനായിട്ട് പറ്റൂട്ടെ, എങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന ഒരു ഇച്ചിരി കട്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നല്ലത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയണ്ട. മീൻ വറുക്കലും കഴിഞ്ഞു, കൂർക്കുപ്പേരി വെക്കൽ കഴിഞ്ഞു, മാമ്പഴ പുളിശ്ശേരി വെക്കൽ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മ 12 മണിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് ചോറും കൊടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയാണ്. ചോറ് കൊടുക്കുന്നതും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഡ്രസ്സ് മാറ്റുന്നതും 2 വഴക്ക് പറയണമെങ്കിൽ അത് പറയുന്നതും എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവർക്കാണെങ്കിലും ഇവിടെ വന്ന് എന്നോട് വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആദ്യം തനുക്കുട്ടിക്കാണ് ഊണ് കൊടുത്തത്. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ, അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മയ്ക്ക് 90 വയസ്സിന് മേലെ പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ ഊണ് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛമ്മയും പിന്നെ അച്ഛൻ്റെ പെങ്ങളും ആൻറ്റിയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അതിനൊക്കെ ശേഷം ഞങ്ങളൊരു 1 മണിക്ക് ആവാറായപ്പോഴാണ് കഴിച്ചത് കേട്ടോ. കുട്ടികൾക്കായിരുന്നു ആദ്യം കൊടുത്തത്. ഇവിടെ എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത് 12:30 1 മണി ആ ടൈമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവിടെ എല്ലാവരും ഊണ് കഴിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി മേശയുടെ ചുറ്റും ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഇന്നിപ്പോൾ ഞാൻ വന്ന കാരണം കൊണ്ട് എന്നോട് ചോദിക്കലൊക്കെ ആയിരുന്നു വിശേഷങ്ങളൊക്കെ. ശരത്തേട്ടൻ എന്ത് ചെയ്യും, അവിടെ എങ്ങനെ ഫുഡ് കഴിക്കും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യലായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ശരത്തേട്ടന് കുറച്ച് ദിവസം 2-3 ദിവസം കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അതുപോലെ രാത്രി കഴിക്കാൻ സാലഡ്സും അതുപോലെ ബോയിൽഡ് വെജിറ്റബിൾസൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതൊരു പണിയായിരുന്നു. അത് കാരണം കൊണ്ട് ഒരു 3-4 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ട് കേട്ടോ. ഊണ് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടിയിട്ട് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. കുട്ടികളെയൊക്കെ വീട്ടിൽ ഇവരുടെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. ഇതിപ്പോൾ നമ്മൾ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഏരിയയിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ ആകാശപാതയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും തിരക്ക് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടെത്തിയെങ്കിലൊക്കെ ഈ കുറച്ചും കൂടി വാക്ക് ചെയ്യണവർക്കൊക്കെ അതിൽ കൂടെ കയറി പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതേ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ അതേ മൺകലങ്ങൾ ദേ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ സൈഡുകളിലേക്കായിട്ടാണ് ഇനിയിപ്പം ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ടൻ വരുന്നതിന് മുന്നേ കുറച്ചൊക്കെ മേടിക്കും, പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി വാങ്ങിക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളൂ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.